കീർത്തനം ആലപിച്ചത് കേരള സംഗീത അക്കാദമി അവാർഡ് ജേതാവായിരുന്നു ഡോക്ടർ കൃഷ്ണകുമാർജി ഇടയ്ക്ക. അതുപോലെ ഇന്ന് കേരളത്തിലെ കഥകളി സംഗീത രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മധു കോട്ടയ്ക്കൽ. കുംഭമേളയുടെ ഏറ്റവും പവിത്രമായ സവിശേഷതയാർന്ന ചടങ്ങാണ് നിള ആരതി. നിള ആരതി ഉടനെ ആരംഭിക്കുന്നതാണ്. 271 വർഷങ്ങൾക്ക് ശേഷം ത്രിമൂർത്തി സ്നാനഘട്ടിൽ നടക്കുന്ന നിള ആരതിക്ക് നേതൃത്വം നൽകുന്നത് കാശി വിശ്വനാഥ സവിധത്തിലെ ലോകപ്രസിദ്ധമായ ആരതിക്ക് നേതൃത്വം നൽകുന്ന ദശാശ്വമേട്ട് ഘാട്ടിലെ പണ്ഡിറ്റുകൾ തന്നെയാണ്. ഈ നിള ആരതി നമുക്കായി സംഘടിപ്പിക്കുന്നത് ബ്രഹ്മർഷി മോഹൻജി നേതൃത്വം നൽകുന്ന മോഹൻജി ഫൗണ്ടേഷൻ. കേരളത്തിലെ തിരുനാവായ മഹാമാഘ മഹോത്സവം ഇത്തവണ ഗംഭീരമായി ആഘോഷിക്കുകയാണ്. മാമാഘം എന്ന പേര് വീണ ഈ ഉത്സവം കേരളത്തിന്റെ കുംഭമേളയാണ്. പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ ലോക നന്മയ്ക്കായുള്ള ആദിയാഗം നടന്നത് തിരുനാവായ മണപ്പുറത്തിനപ്പുറമുള്ള താപസന്നൂർ ദേശത്താണ്. ഇന്ന് ഈ ദേശം തവന്നൂർ എന്നറിയപ്പെടുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ നടന്ന ഈ യാഗത്തിൽ സമസ്ത ദേവതകളും പങ്കെടുത്തിരുന്നു. ബ്രഹ്മാവായിരുന്നു പരശുരാമ നിർദ്ദേശപ്രകാരം യാഗം ചെയ്തത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയിൽ സപ്തനദികളും സാന്നിധ്യമാകുന്ന സമയമാണ് യാഗം നടന്ന മാഘമാസം. ഈ യാഗത്തിന്റെ പുനരാവർത്തനം എന്നപോലെ വ്യാഴവട്ടത്തിലൊരിക്കൽ, അതായത് 12 വർഷം കൂടുമ്പോൾ ഇതേ മണൽപ്പരപ്പിൽ പിന്നീട് മാഘമഹോത്സവം കൊണ്ടാടാൻ തുടങ്ങി. ദേവഗുരുവായ ബൃഹസ്പതിയായിരുന്നു ബ്രഹ്മാവ് നടത്തിയ ആദ്യ യാഗത്തിനു ശേഷം തുടർന്നു പോകുന്ന മാഘമഹോത്സവത്തിലെ അധ്യക്ഷൻ. കാലം കടന്നുപോകെ ദേവതുല്യരായ പെരുമാക്കൾ രാജ്യം ഭരിച്ച കാലത്ത് ഈ അധ്യക്ഷ സ്ഥാനം പെരുമാക്കളെ ഏൽപ്പിച്ച് ബൃഹസ്പതി പിന്മാറി. 12 വർഷം കൂടുമ്പോൾ നിളാതീരത്ത് നടന്നിരുന്ന ഈ സാംസ്കാരികോത്സവത്തിൽ കേരളത്തിലെ എല്ലാവിധ കലാരൂപങ്ങളും അവതരിപ്പിച്ചു പോന്നു. വിവിധ തരം കായിക അഭ്യാസങ്ങളുടെ പ്രദർശനവും ഇവിടെ നടന്നിരുന്നു. ഇതിൽ സദസ്സുകളും ശാസ്ത്ര സംവാദവും മാഘമഹോത്സവത്തിലെ പ്രധാന വിഷയങ്ങളായിരുന്നു. ഒപ്പം തെക്കേ ഭാരതത്തിന്റെ വാണിജ്യമേളയായും മാഘമഹോത്സവം മാറി. കേരളത്തിലെ എല്ലാ രാജാക്കന്മാരും തിരുനാവായിലെ മാഘമഹോത്സവത്തിൽ ഒത്തുകൂടി. ഇഷ്ടദേവന്റെ മുന്നിൽ 12 വർഷത്തെ സ്വന്തം രാജ്യത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു പോന്നു. ഇനിയുള്ള ഒരു വ്യാഴവട്ട കാലാവസ്ഥയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ജ്യോതിഷ ശാസ്ത്രജ്ഞരിലൂടെ അറിഞ്ഞ് കൃഷിയിലും ജീവിത രീതിയിലും എടുക്കേണ്ടതായ കരുതലുകൾ എന്തൊക്കെയെന്ന് ഈ മഹോത്സവത്തിൽ വെച്ച് തീരുമാനിക്കും. ഒപ്പം അടുത്ത 12 വർഷക്കാലത്തേക്കുള്ള പെരുമാളെ തിരഞ്ഞെടുക്കാനുള്ള അഭിഷേക വേദിയായും മാഘമഹോത്സവം മാറി. എന്നാൽ അവസാനത്തെ പെരുമാളായ ചേരമാൻ പെരുമാൾ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിൽ നിന്നും സുന്ദരമൂർത്തി നായനാർക്കൊപ്പം സ്വർഗം പോകിയതോടെ മാഘമഹോത്സവത്തിന് അധ്യക്ഷനായി പെരുമാൾ ഇല്ലാതായി. കൊച്ചി ഉൾപ്പെടുന്ന പെരുമ്പടവ് സ്വരൂപം മാഘമഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും തനിക്ക് പകരക്കാരനായി ഒരുപാട് തറയിൽ ഇരുന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ വള്ളൂർ നാടിന്റെ രാജാവായ വള്ളൂർ കോനാദ്രിയെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഒരു മാഘമഹോത്സവ കാലത്ത് സാമൂതിരി വള്ളൂർ കോനാദ്രിയെ സ്ഥാനഭ്രഷ്ടനാക്കി അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുത്തു. തുടർന്ന് കുറച്ചുകാലം മാഘമഹോത്സവം രാജാക്കന്മാർ തമ്മിലുള്ള കിടമത്സരത്തിൽ ചോരയിൽ കുളിച്ച മാമാഘമായി മാറി. വള്ളൂർ കോനാദ്രിയുടെ ചാവേരുകളും സാമൂതിരിയുടെ പടയാളികളും ഏറ്റുമുട്ടി വന്ന ചോര വീണ മാമാങ്കം 250 വർഷങ്ങൾക്ക് മുമ്പ്